ഹായ് കുട്ടികളെ, എല്ലാവരും റെഡിയാണോ? ഇന്ന് നമ്മൾ ഒരു രഹസ്യം കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമോ? ഒരാളെയും കാണാതെ, ഒരു സഹായവും കൂടാതെ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠത്തിന്റെ പേരാണ് ഒറ്റയുള്ളൊരു ജീവിയും. അതായത് ഈ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരേ ഒരു ജീവിയും എന്നതാണ് സത്യം. ഇവിടെ ഒരു ചിത്രം നോക്കൂ മക്കളെ. ആരൊക്കെയുണ്ട്? ഒരു കിങ് ഫിഷർ ഉണ്ട്, മീൻ കൊത്തിയുണ്ട് അല്ലേ? അവരെന്താ ചെയ്യുന്നത്? മീൻ പിടിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഈ മീൻ കൊത്തിക്ക് മീൻ കിട്ടണമെങ്കിൽ ആദ്യം എന്തൊക്കെ വേണം? വെള്ളം വേണം വേണ്ടേ? വെള്ളത്തിൽ എന്ത് വേണം? മീൻ വേണ്ടേ? മീനിനെ ജീവിക്കാൻ എന്ത് വേണം? ചെടികൾ വേണം വേണ്ടേ? ചെടികൾക്ക് എന്ത് വേണം? മണ്ണും വെള്ളവും വേണം വേണ്ടേ? അപ്പോൾ കുട്ടികളെ, മീൻ കൊത്തി ഒറ്റയ്ക്കാണോ ജീവിക്കുന്നത്? അല്ലല്ലോ അല്ലേ? നോക്ക്, ഇവിടെ മറ്റൊരു ഉദാഹരണം. ഒരാടിട്ട് അല്ലെ? ആട് എന്തെന്നാ കഴിക്കുക? പുല്ലിന് വളരാൻ എന്ത് വേണം? മണ്ണ് വേണം, വെള്ളം വേണം, സൂര്യപ്രകാശം വേണം. അപ്പോൾ ആട് ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത്? അല്ലാലോ. മാനുണ്ട്, മുയലുണ്ട്, അവരൊക്കെ ഉണ്ട്, വേറെ ആൾക്കാരുടെ സഹായം വേണം അല്ലെ? എന്തൊക്കെ സഹായം വേണം? വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം, ചെടികൾ വേണം, മറ്റുള്ള ജീവികൾ വേണം. ഓക്കെ, അപ്പോൾ അതിനാൽ കുട്ടികളെ, നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, പരസ്പര ആശ്രയം. അതായത് ഒരു ജീവിയും മറ്റു ജീവികളുടെ സഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ ടീച്ചറെ, അപ്പൊ മനുഷ്യന്മാരോ, നമ്മളോ? നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലാലോ. കർഷകർ വേണം, പാൽക്കാരൻ വേണം, ഡോക്ടർ വേണം, അമ്മ വേണം, അച്ഛൻ വേണം അല്ലേ? നമ്മളും ഈ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയല്ലേ? അതിനാൽ കുട്ടികളെ, ഈ ലോകത്ത് ചെടിയും പക്ഷിയും മീനും മൃഗങ്ങളും മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഈ ഭൂമി സുന്ദരമാകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ ആശയം എന്താ? ഒറ്റയുള്ളൊരു ജീവിയും എന്ന പേരിൻ്റെ ആശയം നമുക്ക് നോക്കാം. ഈ ലോകത്ത് ഒരു ജീവിയും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. എല്ലാ ജീവികളും തമ്മിൽ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ ഇത്? ഓക്കെ, നമുക്ക് ആ ചിത്രം നോക്കും മക്കൾ ആ ചിത്രം നോക്കി നമുക്ക് ആ ചിത്രത്തിൽ എന്തൊക്കെ കാണാൻ പറ്റും? ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മൾ പക്ഷീനെ കാണുന്നുണ്ട്, മീനിനെ കാണുന്നുണ്ട്, വെള്ളം കാണുന്നുണ്ട്, ചെടികൾ കാണുന്നുണ്ട്, പൂവ് കാണുന്നുണ്ട് ഇല്ലേ? ചിത്രത്തിലെ പക്ഷി ഏത് പക്ഷിയാണത്? കിങ് ഫിഷർ, മീൻ കൊത്തി എന്ന് പറയും ചില സ്ഥലത്ത്, മീൻ കള്ളത്തി എന്ന് പറയും ചില സ്ഥലത്ത്, പൊന്മാനെന്നും പറയും. മീൻ എവിടെയാണ് ജീവിക്കുന്നത്? മീൻ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. പക്ഷി എന്തിനാണ് മീനിനെ നോക്കുന്നത്? എന്തിനായിരിക്കും പക്ഷി മീനിനെ നോക്കുന്നുണ്ടാവുക? മീനിനെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? പക്ഷിക്ക് ഭക്ഷണം എവിടെ നിന്നാണ് ലഭിക്കുക? മീൻ, കീടങ്ങൾ, ചെറുജീവികൾ മുതലായവയിൽ നിന്നാണ് പക്ഷിക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അപ്പോൾ നോക്ക്, അപ്പോൾ എന്ത് പറയണോ? പക്ഷിക്ക് ഭക്ഷണം ലഭിക്കാൻ മീൻ വേണം, മീനിന് ജീവിക്കാൻ വെള്ളം വേണം, അങ്ങനെ ജീവികൾ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ഇനി അവിടെ ഒരു ബോക്സിലാണ് എന്താണ് എഴുതിയിട്ടുള്ളത്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. ജലസ്രോതസ്സുകൾക്ക് സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്താണ് ഇവ അധികവും താമസിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. പൊന്മാൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിലുള്ള ആശയം എന്താണ്? നമ്മൾക്ക് ജീവിക്കാൻ ഭക്ഷണം, വെള്ളം, വായു എന്നിവ വേണം. അതുപോലെ എല്ലാ ജീവികൾക്കും മറ്റു ജീവികളെയോ പ്രകൃതിയോ ആശ്രയിക്കേണ്ടി വരും. അതിനാൽ ആരും ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. മനസ്സിലായോ? ഇനി ആ ചിത്രത്തിൽ ആരാളെ നോക്ക്. ചിത്രത്തിൽ ആരാളെ? ആടിൻ്റെ പ്രധാന ഭക്ഷണം എന്താണ്? ആട് എന്തിനാണ് പ്രധാനമായിട്ട് ഭക്ഷിക്കുക? പുല്ല് കഴിക്കും, ഇലകൾ കഴിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ആടിൻ്റെ ജീവിക്കാൻ ആരെ ആശ്രയിച്ചിരിക്കുന്നു? ആട് ചെടികളെ ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ ചിത്രത്തിൽ ആരാളെ? മാനുണ്ട്, മുയലുണ്ട്. ഓക്കെ അല്ലേ? മാനും മുയലും എന്തിനാ ഭക്ഷിക്കുക? പുല്ല്, ഇലകൾ. അപ്പോൾ ചെടികളില്ലെങ്കിൽ ഇവയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പം എല്ലാവരും, ഓരോ ജീവിയും അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ മറ്റുള്ള ജീവികളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കല്ല ഒരു ജീവിയും കണ്ട. ഒരു ജീവിക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഈ ചിത്രം എന്തിനാണ് ശരിക്കും കാണിക്കുന്നത്? നമ്മുടെ വയൽ, കുളം, പരിസ്ഥിതി, ഇക്കോസിസ്റ്റം, വയലിൻ്റെ കുളത്തിൻ്റെ ഇക്കോസിസ്റ്റത്താണ് കാണിക്കുന്നത്. ഇവിടെ ചെടികളുണ്ട്, ജന്തുക്കളുണ്ട്, ജലജീവികളുണ്ട്, പക്ഷികളുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഉൽപാദകർ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ്. അവരാരാണ്? ആഹാരം സ്വയം ഉണ്ടാക്കുന്ന ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദകർ എന്ന് പറയുന്നത്. അപ്പോൾ ചിത്രത്തിൽ മക്കൾക്ക് ആരൊക്കെ കാണാൻ പറ്റും? ഉൽപാദകരായിട്ട് ഭക്ഷണം സ്വയം ഉണ്ടാക്കുന്ന ആളുകൾ. നെല്ലുണ്ട്, പുല്ലുണ്ട്, അതേപോലെ തന്നെ ജലത്തിലെ സസ്യങ്ങളുണ്ട്. ഓക്കെ, ഇവയൊക്കെ സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് വഴി എന്തുണ്ടാക്കും? ആഹാരം ഉണ്ടാക്കും. അതിനാൽ ഇവയാണ് നമ്മുടെ ഫുഡ് ചെയിനിന്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ. ഇനി എന്താണ് പ്രാഥമിക ഉപഭോക്താക്കൾ? പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെടികളെ ഭക്ഷണമാക്കുന്ന ജീവികളെ നമ്മൾ എന്ത് പറയും? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയും, പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും. ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? ചെറിയ പുഴുണ്ട്, തവളയുണ്ട്, ചെമ്മീനുണ്ട്, സ്നേലുണ്ട്, അതേപോലെ തന്നെ പുല്ല് തിന്ന കീടങ്ങളുണ്ട്. ഇവയെ ഉൽപാദകരിൽ നിന്ന് നേരിട്ട് ഭക്ഷണം സ്വീകരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അടുത്തത് ആരാണ്?
ദ്വിതീയ ഉപഭോക്താക്കൾ, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്ന ജീവികൾ. ആദ്യം നമ്മൾ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സ് എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആള്, പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു. സെക്കൻഡറി കൺസ്യൂമേഴ്സ് പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, തിന്നുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? ദ്വിതീയ ഉപഭോക്താക്കൾ, സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ തവളയെ ഭക്ഷിക്കുന്ന പാമ്പ്, ചെറുജീവികളെ ഭക്ഷിക്കുന്ന മീൻ, ചെമ്മീനിനെ ഭക്ഷിക്കുന്ന പക്ഷികൾ, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ്. ഇനി എന്താണ്? തൃതീയ ഉപഭോക്താക്കൾ, മുകളിൽ നിൽക്കുന്ന ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ, ടോപ്പ് കൺസ്യൂമേഴ്സ്. മറ്റു ജീവികളെ ഭക്ഷിക്കുകയും സ്വയം ഭക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ജീവികൾ, കൊക്ക്, കാക്ക, വലിയ പക്ഷികൾ, ഇവയൊക്കെ എന്താണ്? ടോപ്പ് ലെവൽ കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ഈ ആഹാര ശൃംഖല? ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ആഹാരം കൈമാറുന്ന ക്രമത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര ശൃംഖല എന്ന് പറയുന്നത്. എന്താണ്? ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് ആഹാരം കൈമാറുന്ന ക്രമം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്. പുല്ലിനാര് തിന്നും? പുഴു തിന്നും. പുഴുവിനാര് തിന്നും? തവള തിന്നും. തവളേനാര് തിന്നും? പാമ്പ് തിന്നും. പാമ്പിനാര് തിന്നും? പക്ഷി തിന്നും. ഇതൊരു ആഹാര ശൃംഖലയ്ക്ക് ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണ്. അടുത്തത്, ജലസസ്യത്തിനാര് തിന്നും? മീൻ തിന്നും. മീനാര് തിന്നും? കൊക്ക് തിന്നും. അത് വേറൊരു എന്താണ്? ആഹാര ശൃംഖലയ്ക്ക് എക്സാമ്പിൾ ആണ്. എന്തിനാണ് നമ്മൾ ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. പല ആഹാര ശൃംഖലകൾ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ആഹാര ശൃംഖല ജാലം, ഫുഡ് വെബ്. അപ്പോൾ ഈ ഫുഡ് വെബിൽ ഒന്നിൽ കൂടുതൽ ആഹാര ശൃംഖല ഉണ്ടാവും, ഫുഡ് ചെയിൻ ഉണ്ടാവും. കുറേ ഫുഡ് ചെയിൻ കൂടി ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവി ഒന്നിലധികം ജീവികളെ ഭക്ഷിക്കുന്നു, ഓരോ ജീവിയെ പല ജീവികൾ ഭക്ഷിക്കുന്നു. അതിനാൽ ഒരു ശൃംഖല ഒറ്റയ്ക്കല്ല, അവരെന്താ? കണക്റ്റഡ് ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായോ? അത് നമുക്ക് ചിത്രം നോക്ക്. ചിത്രത്തിൽ ഏതൊക്കെ ജീവികളുണ്ട്? പുൽച്ചാടിയുണ്ട്, തവളയുണ്ട്, പാമ്പുണ്ട്, കൊക്കുണ്ട്, ആമയുണ്ട്, ഞണ്ടുണ്ട്, ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകളുണ്ട്, കിങ് ഫിഷറുണ്ട്, തുമ്പിയുണ്ട്, ആമയുണ്ട്, ഒച്ചുണ്ട്. നോക്കൂ, സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മൾ സസ്യാഹാരികൾ എന്ന് പറയും. സസ്യങ്ങളെ ആഹാരമാക്കുന്ന ജീവികൾ ആരൊക്കെയാണ്? ചെറിയ മീനുകളുണ്ട്, പുൽച്ചാടിയുണ്ട്, ഒച്ചുണ്ട്, ആമയുണ്ട്. ചെറിയ മീനുകളെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? ചെറുമീനുകളെ ഭക്ഷണമാക്കുന്നത് വലിയ മീനുണ്ട്, കൊക്കുണ്ട്, തവളയുണ്ട്. തവള ചെറിയ മീനുകളെയും പ്രാണികളെയും തവള എന്താക്കുന്നുണ്ട്? ആഹാരമാക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താണ്? ഇത്രയും മനസ്സിലായോ?